അതിരപ്പള്ളി മേഖലയിൽ കാട്ടാന ആക്രമണം. 17-ാം ബ്ലോക്കിൽ കാട്ടാന ക്വാർട്ടേഴ്സ് തകർത്തു. ഇന്നലെ രാത്രിയാണ് ഈ ആന വന്ന് ഈ ക്വാർട്ടേഴ്സ് പൊളിച്ച് സാധനങ്ങളൊക്കെ നശിപ്പിച്ചു വന്നിരിക്കുന്നത്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ എല്ലാ ലേബർ ലൈൻസുകളും കോർപ്പറേഷൻ പവർ ഫെൻസിങ് ഇട്ട് സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഈ ഇത്രയും വീടുകൾക്ക് മാത്രം യാതൊരു സംരക്ഷണവും ഇല്ല. ആ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ താമസിക്കാൻ പാടില്ല, ഇവിടെ നിന്ന് മാറി താമസിക്കണം എന്ന് മാനേജ്മെൻറ്റ് ആവശ്യപ്പെട്ടു. എന്നാൽ നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഒരു ക്വാർട്ടേഴ്സ് നമുക്ക് അനുവദിച്ച് തന്നില്ല. സൂരജ് സജി വാർത്തകൾ. സൂരജ്, അതിരപ്പള്ളി മേഖലയിൽ കാട്ടാന ശല്യം സ്ഥിരമായുള്ള മേഖലയാണോ ചോദിക്കുന്നില്ല, അങ്ങനെ തന്നെയാണത്. ഈ ക്വാർട്ടേഴ്സിൽ ആൾതാമസമുള്ള ക്വാർട്ടേഴ്സ് ആയിരുന്നോ സൂരജ്? ഹഷ്മിത, 50ഓളം കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഒരു ക്വാർട്ടേഴ്സ് ആയിരുന്നു ഈ 17-ാം ബ്ലോക്കിൽ ഉണ്ടായിരുന്ന. പകരം പലരും ഈ കാട്ടാന ശല്യം രൂക്ഷമായതോടെ ഈ ക്വാർട്ടേഴ്സ് ഉപേക്ഷിച്ചു പോയി. ചിലരൊക്കെ കയ്യിലുണ്ടായിരുന്ന പൈസ സ്വരുക്കൂട്ടി ചെറിയ സ്ഥലം വാങ്ങി കൊച്ചു വീട് വെച്ച് മാറി. ചിലരാകട്ടെ വാടകയ്ക്ക് മാറി. ഇപ്പോൾ ഈ നമ്മളോട് സംസാരിച്ച വ്യക്തി, അദ്ദേഹം ഈ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ ഇദ്ദേഹവും പകൽ സമയം ഈ ക്വാർട്ടേഴ്സിൽ ചിലവഴിച്ചതിന് ശേഷം രാത്രി അതിരപ്പള്ളിയിൽ ഒരു സ്ഥലത്ത് കുടുംബമൊത്ത് തങ്ങുന്നതാണ് ഇവരുടെ രീതി. അതായത് രാത്രി ആയിക്കഴിഞ്ഞാൽ ആന എപ്പോൾ വേണമെങ്കിലും ഈ ക്വാർട്ടേഴ്സ് ആക്രമിക്കാം. അതിന് ചുറ്റും ഒരു സോളാർ വേലി പോലും ഇല്ല എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ 5 കുടുംബങ്ങളാണ് ഇപ്പോൾ അവിടെ താമസം, സ്ഥിരതാമസക്കാരായുള്ളത് 5 കുടുംബങ്ങൾ മാത്രമാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം ഈ കാട്ടാന അവിടെ എത്തുന്നതും രാത്രിയോടുകൂടി അവിടെ എത്തുന്നതും ഈ ക്വാർട്ടേഴ്സ് ആക്രമിക്കുന്നത്. അകത്ത് കയറിയ കാട്ടാന അതിനകത്തുണ്ടായിരുന്ന സാധനങ്ങളടക്കം നശിപ്പിച്ചു. ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് 2018 പ്രളയത്തിൽ ഈ മേഖലയിൽ ചെറിയ രീതിയിൽ ഉരുൾപൊട്ടലുണ്ടായി. അന്ന് ഇതൊരു അപകട മേഖലയാണ്, ഇത് മാറി താമസിക്കണം എന്ന മാനേജ്മെന്റ് ഇവരോട് പറഞ്ഞിരുന്നു. പക്ഷേ മാറി താമസിക്കണം എന്ന് പറഞ്ഞതല്ലാതെ ഇവർക്ക് മറ്റൊരിടം കണ്ടെത്തി നൽകിയില്ല. അതോടുകൂടി മറ്റൊരിടത്തേക്ക് പോകാൻ കഴിയാത്ത ആളുകൾ ഈ ഭയപ്പാടിൽ തന്നെ ഇവിടെ അന്തി ഉറങ്ങുകയായിരുന്നു. പക്ഷേ ഒരു സോളാർ വേലി പോലും സ്ഥാപിക്കപ്പെടാതായതോടുകൂടി ഇവർക്ക് നിരന്തരമായി വന്യജീവി ആക്രമണം നേരിടേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി. വാടക വീടുകളെ ആശ്രയിച്ച് കഴിയേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഈ തോട്ടം തൊഴിലാളികൾ ഒന്നടങ്കമുള്ളത്. കാശ്മീർ. ഓക്കെ, സൂരജ് സജിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.